ഹായ്. അപ്പോൾ ലല്ലുമാസം കൂടുമ്പോൾ ബാക്ക് ടു ദുബായ് പാർട്ട് 3 ആണേ. അപ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. നല്ല സൂപ്പർ ഫൈൻ റോഡാണ്. ഒന്നും അറിയില്ല, ഒരനക്കം പോലും ഇല്ല. സൈഡിൽ കൂടെയൊക്കെ നല്ല മലകളും കാണാൻ നല്ല ഭംഗിയുള്ള റോഡ്. പിന്നെ അവിടെ ഒരു പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. പിന്നെ ഞങ്ങൾ എത്താറായി, ഓൾമോസ്റ്റ് എയർപോർട്ട് എത്താറായപ്പം മമ്മി വീട്ടിൽ നിന്ന് റെഡിയാക്കി തന്ന പൊതിച്ചോറൊക്കെ കഴിച്ചു. ചക്കക്കുരുത്തോരനും മോരും ബീഫും പോർക്കും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുവാണേ. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൻ്റെ ഗേറ്റ് കടന്നു. നമ്മൾ ടെർമിനൽ 2-ലാണ്. അങ്ങനെ നമ്മൾ ടെർമിനൽ 2-ലോട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ വലിയൊരു മഹാരാജാവിൻ്റെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നീണ്ട യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ എയർപോർട്ടിലോട്ട് എത്തി. എയർപോർട്ടിൽ ഇറങ്ങി നമ്മളിതാ പപ്പയ്ക്കും ബിജുവേട്ടനും ഒക്കെ ബായ് പറഞ്ഞ് ഞങ്ങളകത്തോട്ട് കയറി. പോകുമ്പോൾ ഒരു വലിയ വിഷമമാണ്, എന്നാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലഗേജേ ഉണ്ടായിരുന്നുള്ളൂ, ഹാൻഡ് ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേരുടെ ലഗേജ് നമ്മൾ അകത്തേക്ക് ഇട്ടു. പിന്നെ നമ്മൾ 2 ട്രോളി കയ്യിൽ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലോഞ്ചിലേക്ക് പോയി. നമ്മൾ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ചത് കൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ. അപ്പം നമ്മൾ അവിടെ പോയപ്പം ചുമ്മാ കുറച്ച് സൂപ്പും കുറച്ച് ന്യൂഡിൽസും കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇത് നമ്മുടെ ബെവറേജ് സെക്ഷനാണ്. അവിടെ അവർ കോക്ടെയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 1 hour ഞങ്ങൾ ലോഞ്ചിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബോർഡിംഗ് ആയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിള്ളേരുമായിട്ട് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകുമ്പോഴാണ് നമുക്കുള്ള ലാസ്റ്റ് കോള് വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടമായിരുന്നു. ഓടി ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സീനൊന്നും ഇല്ല, മെല്ലെ പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഫ്ലൈറ്റിലോട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വിക്രസുകളാണ് കാണുന്നത്. അവന്മാരെ ട്രോളി വെച്ചുകൊണ്ടുള്ള വിക്രസാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമ്മൾ അവിടെ സെറ്റിലായി. TV ഇല്ല എന്നുള്ളൊരു കംപ്ലയിൻ്റാണ് അവർക്ക്. അവർ TV ഒക്കെ കണ്ട് പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ TV ഉണ്ടായിരുന്നില്ല. ബട്ട് ഫ്ലൈറ്റ് വാസ് വെരി ഗുഡ്. അങ്ങനെ നമ്മൾ പറന്നു. പിന്നെ നമുക്ക് അടുത്ത ഒരു ഫുഡിൻ്റെ ഡേ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ആ ഫുഡും നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ്റെ ഒരു കറി, പിന്നെ ഒരു ഡാൽ കറി, പിന്നെ കുറച്ച് സ്വീറ്റ്സ്, രസ്മലൈ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് നമുക്ക് ബസ് സർവീസ് ആട്ടോ ദുബായിലേക്ക്. അപ്പം വോൾവോ ബസ്സാണ്, അടിപൊളി ബസ്സായിരുന്നു. നമ്മൾ ഈവൻ വണ്ടിയിൽ നമ്മുടെ കാറ് വന്ന് കൊണ്ടുപോകുന്നേക്കാൾ സുഖമായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ദുബായിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.